ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമ്മായിസ് കോർണർ. ഇന്നും പതിവ് പോലെ തന്നെ പണിക്കാരൊക്കെ ഉള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ ഈ ദിവസത്തിലെ വ്ളോഗ് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഹസ്ബൻഡിനെയും മക്കളെയൊക്കെ പറഞ്ഞയച്ച് പിന്നെ ഞാൻ പണിക്കാർക്കൊക്കെ ഉള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ ഒരുങ്ങാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ അടുപ്പത്ത് വെള്ളം വെച്ചിട്ട് അതിന് കുടിക്കാനുള്ള വെള്ളമൊക്കെ നമ്മൾ മുക്കി വെക്കുകയെ. എന്നാൽ അതിന് ശേഷം നമ്മൾ പിന്നെ ചോറിനുള്ള അരിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഒരു ചോറ് എന്തായാലും വെക്കും കേട്ടോ, അവർക്ക് കൊണ്ടുപോകാനുള്ളത്. പിന്നെ പണിക്കാർക്ക് വെക്കുന്ന സമയത്ത് വൈകുന്നേരത്തിനും കൂടി ഉള്ളത് അങ്ങ് വെക്കും കേട്ടോ, അരിയിടും. പിന്നെ അതേ ഞാൻ അരിയൊക്കെ ഇട്ടതിന് ശേഷം മുകളിൽ ഒത്തിരി വെള്ളം പാത്രത്തിൽ വെക്കും കേട്ടോ, നമുക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ എടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ ഇന്നലെ വെച്ചതിന് ബാക്കി ഒരു കഷ്ണം വെള്ളരിക്ക ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് വെച്ച് കറി വെക്കാമെന്ന് കരുതി, മോരും കറി ഉണ്ടാക്കാൻ കേട്ടോ. അപ്പം അങ്ങനെ വെള്ളരിക്ക തൊലിയൊക്കെ ചെത്തി നമുക്ക് മുറിച്ചെടുക്കുകയാണ്. ഇനി നമ്മൾ അത് കഴുകി കുക്കറിലിട്ട് അതിലേക്ക് ആവശ്യത്തിന് പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഓരോ ടീസ്പൂൺ വീതം ഇട്ടാൽ മതി കേട്ടോ. അതും പിന്നെ അതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകൊക്കെ കീറിയിട്ട് കൊടുത്ത് നമുക്ക് അത് അടുപ്പത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇന്നലത്തെ രാത്രിയത്തെ പപ്പട താളിപ്പാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള താളിപ്പാണ്. അതിൻ്റെ ചട്ടി വയ്ക്കുകയാണ് ഞാൻ, പിന്നെ മുതിര വറക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഉപ്പേരി വെക്കാൻ വിചാരിച്ചത് പച്ചക്കായ മുതിരയിട്ട് പിന്നെ ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം മുതിര വറുത്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ ചട്ടി കഴുകി അടുപ്പത്ത് വെച്ചിട്ട് മുതിര വറുത്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിലുള്ള മുതിര ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു ഉപ്പേരിയാണ് കേട്ടോ പച്ചക്കായ മുതിരി. അങ്ങനെ മുതിര നമ്മളൊന്ന് പൊട്ടി ഒരു കളറൊക്കെ മാറി വരുമ്പോൾ നമ്മൾ അത് വാങ്ങി വെച്ചിട്ട് അതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് സമയം ഒന്ന് പൊതിർന്ന് കിട്ടുള്ളൂ, അധികം വെക്കണ്ട. ഈ പച്ചക്കായ അരിയുന്ന സമയം മാത്രം മതിയേ. നമുക്കത് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പച്ചക്കായൊക്കെ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് എടുത്തു വെച്ച മുതിര കഴുകണം കേട്ടോ. അതിൽ കല്ലൊക്കെ ഉണ്ടാവും നോക്കണം, അപ്പോൾ ശരിക്കൊന്ന് അരിച്ച് കഴുകണേ. അപ്പോൾ അതും പിന്നെ അതുപോലെ തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച പച്ചക്കായൊക്കെ ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പച്ചക്കായൊക്കെ ഉണ്ടാവും അത്യാവശ്യം വേവൊക്കെ കേട്ടോ. അപ്പോൾ ഞാനൊരു 5-6 വിസിൽ പിന്നെ അടിച്ചതിന് ശേഷം നമ്മൾ ചിലപ്പോൾ ചെറിയ തീയിൽ അങ്ങനെ വെക്കും കേട്ടോ. 3 വിസിലൊക്കെ അടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെറിയ ലോ ഫ്ലെയിമിൽ കുറച്ച് സമയം ഇട്ട് വെക്കും, പിന്നെ എടുക്കും കേട്ടോ. പിന്നെ ഓഫാക്കും. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് തേങ്ങ പൊട്ടിച്ച് തേങ്ങ ചിരകി എടുക്കണേ കറിയിലേക്കുള്ളേ. അപ്പോൾ അങ്ങനെ തേങ്ങയൊക്കെ ചിരകി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് ആരെങ്കിലുമൊക്കെ അങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എന്തോ സാധനം പ്രൊഡക്റ്റ് ആയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അതൊന്നും ഒരു സോപ്പ് വാങ്ങി. അപ്പോൾ ഇതിനിടയിൽ പിന്നെ വേറെ ഓരോ പണി ഞാൻ എടുത്തുട്ടോ, ഒന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ തേങ്ങ അരച്ച് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. വെള്ളരിക്ക വെന്തിട്ടുണ്ട്. പിന്നെ ചിക്കനാണ് പൊരിക്കാന്ന് കരുതി ചിക്കൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മസാലയൊക്കെ പരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചിക്കൻ പൊരിക്കാൻ വേണ്ടി ആദ്യം പപ്പടം പൊരിക്കാം കേട്ടോ. ആദ്യം പപ്പടം പൊരിച്ചിട്ട് പിന്നെ ആ ചട്ടിയിലേക്ക് ആ വെളിച്ചെണ്ണയിലൊക്കെ ഇട്ട് കൊടുത്താൽ മതിയല്ലോ ചിക്കനും. നമ്മൾ പപ്പടമൊക്കെ പൊരിച്ച് കഴിഞ്ഞ് പിന്നെ അതേ
അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ബാക്കി വെളിച്ചെണ്ണയിലേക്ക്. അപ്പോൾ നമ്മുടെ മുതിര പച്ചക്കായൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തേങ്ങ അരച്ച് പാർന്ന കറിയില്ലേ, തേങ്ങ അരച്ച് പാർന്ന് പിന്നെന്താ മോരും ഒഴിച്ചിട്ടോ, കുറച്ച് മോര് ഒഴിച്ച്, വെള്ളരിക്ക മോര് കറിയാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഇനി നമുക്ക് അതിലേക്ക് ആദ്യം കടുക് പൊട്ടിച്ചെടുക്കാം, എന്നിട്ട് പിന്നെ നമുക്ക് ഉപ്പേരി വറവിടാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം കറിയിലേക്കുള്ള പിന്നെ കടുകും കറിവേപ്പിലയും നമ്മൾ പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉള്ളി, പച്ചമുളക്, ചുവന്ന മുളക്, പിന്നെന്താ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഈ ഉപ്പേരി അങ്ങ് പിന്നെ വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ അതേ സിറ്റ് ഔട്ട് ടൈലിട്ട് ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ വന്ന് നോക്കൂ കേട്ടോ, എന്തായി ഇങ്ങനെ നോക്കുമല്ലോ. അപ്പം അങ്ങനെ ചിക്കനും പൊരിച്ച് കഴിഞ്ഞ് പിന്നെ ചോറൊക്കെ വിളമ്പാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്, പണിക്കാർക്ക് ഭക്ഷണം കഴിക്കാനായിട്ടുണ്ട്. ഞാൻ 1 മണി 12:30 1 മണീൻ്റെ ഉള്ളിൽ ഭക്ഷണം കൊടുക്കും കേട്ടോ. ചിലവർക്ക് അതിലും നേരത്തെ വേണ്ടി വരും, ചിലവർക്ക് അത് കഴിഞ്ഞിട്ട് മതിയാവും. അങ്ങനെയാണ്, ഓരോരുത്തർക്ക് ഓരോ ഇതാണ് കേട്ടോ. അങ്ങനെ ഉപ്പേരി, അപ്പേരി, പപ്പടമൊക്കെ വിളമ്പി വെച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.